സൗദിയിലെ റിയാദിൽ നിർണായകമായൊരു ചർച്ച നടക്കുകയാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം ആദ്യമായി യുഎസും റഷ്യയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ട എന്നാണ് പറയുന്നതെങ്കിലും ഈ പറഞ്ഞതുപോലെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച, ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയേണ്ടിയിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിക്കുമോ, സമാധാനം പുലരുമോ എന്നൊക്കെ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ബന്ധം പുടിനും ട്രംപും തമ്മിൽ കൈകൊടുക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നതും. എന്താണ് ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ചരിത്രപരമായി US നയം അനുസരിച്ച് യുക്രൈന്റെ കൂടെയാണ് അമേരിക്ക നിൽക്കാറുള്ളത്. പക്ഷേ പുടിന് കൈകൊടുക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തിന് പിന്നിൽ എന്ത് കാരണമെന്നാണ് കരുതേണ്ടത്? ഇത് യൂറോപ്യൻ രാജ്യങ്ങളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അമൃത, ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുക, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. പ്രചാരണ വേളയിൽ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, ഞാൻ അധികാരത്തിലേറിയാൽ ഒന്നാമത്തെ ദിവസം യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു. യുക്രൈൻ യുദ്ധം പ്രത്യേകമായി എടുത്തു പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പുടിനുമായി ഡൊണാൾഡ് ട്രംപിന് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ആക്ഷേപങ്ങൾ വന്നിട്ടുള്ളതാണ്. വ്യാവസായികമായിട്ടുള്ള ബിസിനസ് സംബന്ധമായ ബന്ധങ്ങൾ തന്നെ ഇരുവരും തമ്മിലുണ്ട്. US ഇലക്ഷനിൽ വരെ പുടിൻ്റെ ഇടപെടലുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെല്ലാം വന്നിരുന്നു. ഇപ്പോൾ ഏതായിരുന്നാലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് പുടിനെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായി വരുന്നു. കാരണം അവിടെ ആയുധങ്ങൾ തീരുകയാണ്. എത്ര കാലം ഇങ്ങനെ യുദ്ധം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ റഷ്യക്ക് ആശങ്കയുണ്ട്. ഒപ്പം ഈ യുക്രൈൻ യുദ്ധത്തെ താങ്ങി നിർത്തുന്നത് അമേരിക്ക അടക്കം നൽകുന്ന സാമ്പത്തികവും സൈനികവുമായിട്ടുള്ള സഹായങ്ങൾ കൂടിയാണ്. ആ അടിസ്ഥാനത്തിൽ ഇരു വിഭാഗത്തിനും ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തികമായി അമേരിക്കയ്ക്ക് നഷ്ടമാണ് എന്ന വിചാരം ഉള്ള വ്യക്തിയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിൻ്റെ നയം കാരണം മറ്റു ആയുധങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തി അയക്കുന്നതിനെയും അതേപോലെ തന്നെ യുദ്ധങ്ങളിൽ ഈ പണം നിക്ഷേപിക്കുന്നതും അത്ര നല്ല കാര്യമല്ല എന്നാണ് ട്രംപ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യുക്രൈന് ആയുധം നൽകിക്കൊണ്ടിരുന്ന ബൈഡൻ ഭരണകൂടത്തിൻ്റെ നയത്തിൽ നിന്നും വ്യത്യസ്തമായി യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ടതില്ല, അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിലേക്ക് ട്രംപ് പോകുന്നത്. പക്ഷേ ഈ സൗദിയിൽ വെച്ച് നടക്കുന്ന നിർണായകമായ ഈ കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ മറുപക്ഷത്തുള്ള യുക്രൈൻ അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ യുക്രൈന് മാത്രമല്ല ആശങ്കയുള്ളത്, യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകമായി തന്നെ കഴിഞ്ഞ ദിവസം പാരീസിൽ യോഗം ചേർന്നുകൊണ്ട് അതിൽ ആശങ്ക രേഖപ്പെടുത്തുകയും എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ നിർണായകമായ ചില ആലോചനകൾ നടത്തുകയും ചെയ്തു. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ യൂറോപ്പിന് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും നാറ്റോ എന്ന് പറയുന്ന സംവിധാനം, യൂറോപ്പിൻ്റെ സുരക്ഷ തന്നെ നാറ്റോയിലാണ്. ആ നാറ്റോ തന്നെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ് ട്രംപ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആദ്യ ടേമിൽ തന്നെ നാറ്റോയ്ക്ക് ഇനി അമേരിക്ക നൽകുന്ന സഹായം ഈ രൂപത്തിൽ തുടരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ട്രംപ് പറയുന്നുണ്ട്, അമേരിക്ക നാറ്റോയ്ക്ക് ഇങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കേണ്ട ആവശ്യമില്ല. ഓരോ യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ GDP അനുസരിച്ച് ഇതിലേക്ക് പണം നൽകണം. എങ്കിൽ മാത്രമേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവർ താങ്ങി നിർത്തിയാൽ മാത്രമേ നാറ്റോ എന്ന സംവിധാനം തന്നെ നിലനിൽക്കൂ എന്ന് ട്രംപ് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം നാറ്റോയാണ്. അതായത് റഷ്യയുടെ അതിർത്തിയിൽ, അതായത് യുക്രൈനിൽ ഒരു നാറ്റോ താവളം ഉണ്ടാവുക എന്നുള്ളതാണ് പുടിൻ ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്നത്. ഇക്കാര്യം നാറ്റോയുടെ താവളം ഉണ്ടാവുക എന്ന് മാത്രമല്ല, നാറ്റോ എന്ന സംവിധാനത്തെ തന്നെ തകർക്കാൻ ട്രംപ് മുന്നോട്ട് വരുമ്പോൾ യൂറോപ്പിന് വലിയ ആശങ്കയുണ്ട്. ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രൂപത്തിൽ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വിടവ് അതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടത്തിലെ പല വ്യക്തികളും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ട്രംപ് തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ, അതെല്ലാം യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ആ ചരിത്രപരമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാതെയാക്കുന്നതാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ യൂറോപ്പിന് മേൽ കൂടുതൽ നികുതികൾ ചുമത്താൻ ഉദ്ദേശിക്കുന്നു. നാറ്റോയിൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ച് പറയുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം, ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും യൂറോപ്പിന് സ്വന്തമായി തന്നെ വഴി തേടേണ്ടി വരുമോ എന്ന ആശങ്കയിലേക്ക് യൂറോപ്പിനെ നയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, യൂറോപ്പിലെ വലതുപക്ഷ സർക്കാരുകളെ സ്ഥാപിക്കാനുള്ള ഇലോൺ മസ്കിൻ്റെയും ട്രംപിൻ്റെയും ചില നയങ്ങൾ, തീരുമാനങ്ങൾ, പദ്ധതികൾ, അത് യൂറോപ്പിനെ ആകെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ജർമ്മനിയിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവിടെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD സ്ഥാപിക്കാൻ വേണ്ടി ഇലോൺ മസ്കും ട്രംപും പണിയെടുക്കുന്നു. UK നിലവിലുള്ള സർക്കാർ മാറണം, അതിനു പകരം തീവ്ര കുടിയേറ്റ വിരുദ്ധ സർക്കാർ വരണം എന്ന് ഇലോൺ മസ്ക് പ്രഖ്യാപിക്കുന്നു. അതേപോലെ തന്നെ ഇറ്റലിയിലെ ഫാഷിസ്റ്റ് സർക്കാരുകൾക്ക് വേണ്ടിയുള്ള കുഴലൂത്ത് നടത്തുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും യൂറോപ്പും
അമേരിക്കയും തമ്മിലുള്ള ഈ തർക്കം അത് കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണ്. പുടിന്റെ കൈ കൊടുത്തുകൊണ്ടുള്ള ട്രംപിന്റെ ഈ ഒരു ശ്രമം യഥാർത്ഥത്തിൽ യൂറോപ്യൻ കൗൺസിലിലെ ചില രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുമോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.